നമുക്ക് ഈ പ്രശ്നങ്ങൾ കഴിയുന്നത്ര ചുരുക്കിയിട്ട് പരിഹാര മാർഗങ്ങളെ കുറിച്ച് പറയാം. ഇപ്പൊ ഗോപേട്ടൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില് പ്രധാന ഗോപേട്ടൻ ഇത് കാണുന്നുണ്ടാവും. അത് പിന്നെ ലക്ഷ്മി അടുത്ത് ഇവിടെ ഇരിക്കുമ്പോ തന്നെ പറയാം. ഗോപേട്ടന് പൊതുവെ സാധനങ്ങളൊക്കെ അതത് സ്ഥാനങ്ങളിൽ ഇരിക്കണം എന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ വീട്ടിലുള്ള മറ്റു ചിലർക്ക് അതങ്ങനെ അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കണ്ണട, പെന്ന്, ബുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഫോണൊക്കെ അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കാൻ തോന്നുമ്പോ ഫോൺ നോക്കിയാൽ കാണില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് പരിഹാരവും ഗോപേട്ടൻ തന്നെ പറഞ്ഞു. അതായത് ഓരോരുത്തർക്കും ഓരോ ആളുകളുടെ രീതികളുണ്ട്. അപ്പൊ നമ്മൾ പലതവണ പറഞ്ഞിട്ട് ഒരാളുടെ രീതി എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ രീതികൾ നമ്മൾ മാറ്റും. ഫോൺ എവിടെ വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ അതിന് വല്ലാതെ നിർബന്ധം പിടിച്ചാലല്ലേ കാര്യമുള്ളൂ എന്നുള്ള ഒരു ഇത്. അത് വളരെ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലാന്ന് വെച്ചാലോ എന്നെ തല്ലാണ്ട അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് കേട്ടിട്ടില്ലേ? ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാർട്ട്ണറുടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അഥവാ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു, കറക്റ്റ് എന്നല്ല അവരുടെ രീതിയിൽ അവർക്ക് പിന്നെ ഇത്തരം മാറ്റങ്ങൾ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്ണർക്ക് എങ്ങനെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാം എന്നുള്ളത് അതൊരു നല്ലൊരു പരിഹാര മാർഗമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു തന്ന വേറെ വലിയൊരു ഉപദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കാര്യങ്ങൾ പറയുക എന്ന് മാത്രമല്ല, എപ്പോ പറയുക, എങ്ങനെ പറയുക, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലൊരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഫോണും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്താണ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ പൂച്ചയെ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പറയാ പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയി, ഉടനെ ചായക്ക് പാലില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പല വീടുകളിലും വേഗം പോയി പാല് വാങ്ങിക്കൊണ്ടിരുന്നു, ചായക്ക് പാലില്ല, വന്ന ഭർത്താവിന് കൊടുക്കാൻ ചായക്ക് പാലില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യവും സമയവും ഒക്കെ നോക്കിയിട്ട് പിന്നെ എന്താ പറയാ ഒരു ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഏറ്റവും നല്ല മൂഡ്. അതേമാതിരി പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒക്കെ ആണെങ്കിൽ ഈ പങ്കാളിയുടെ, അത് സ്ത്രീയോ പുരുഷനോ എന്നില്ല, പങ്കാളിയുടെ ഒരു മൂഡൊക്കെ നോക്കി ഒരു നല്ല 4 വാക്കൊക്കെ പറഞ്ഞ് എന്താ പറയാ, നമ്മൾ സാധാരണ ന്യൂട്രലൈസേഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ് പ്രസംഗത്തിലൊക്കെ പറയില്ല, അതുപോലെ നല്ലൊരു മൂഡിൽ എത്തിയതിനു ശേഷം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സങ്കീർണമായ വിഷയവും പരസ്പരം സംസാരിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ ചില സുഹൃത്തുക്കൾ തന്നെ നമ്മളോടൊക്കെ സംസാരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ എല്ലാ കാര്യങ്ങളും. ചിലര് ഭാര്യയെടുത്ത് വരവും പറയില്ല, ചെലവും പറയില്ല. അപ്പൊ അവരുടെ ന്യായം എന്താന്ന് പറഞ്ഞാൽ അവളെ കൂടി പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട, അവരുടെ ആഗ്രഹങ്ങൾ. സത്യം പറഞ്ഞാൽ അത് അങ്ങനെയല്ല. ഒരു പാർട്ട്ണർ എന്ന നിലയിൽ നമ്മുടെ എല്ലാ A to Z കാര്യങ്ങളും അവരോട് സംസാരിക്കുകയും ചിലപ്പോൾ അവർക്ക് പല ഉപായങ്ങളും പറഞ്ഞു തരാനുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഒരുമിച്ച് പറഞ്ഞാൽ ഈ ദുരഭിമാനത്തിന്റെ പേരിലുള്ള പല പാഴ്ചെലവുകളും രണ്ടുപേരും ചേർന്ന് ആവുമ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ മിഡിൽ ഏജിലും കൂടി മരിച്ചു പോണ ആൾക്കാരുടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭാര്യമാരറിയണം. അപ്പൊ അവര് കുട്ടികളെയും വെച്ച് എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് ആലോചിക്കാനിട്ടാണ്. അത് നമ്മൾ ആദ്യം തൊട്ടന്നെ എല്ലാത്തിലും പങ്കാളി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എല്ലാം ഷെയർ ചെയ്യാം, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണ്, തമ്മില് പങ്കുവെക്കാത്തതുകൊണ്ട്.